എത്ര പണം പിരിച്ചു, ആ ഫണ്ട് എവിടെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി KPCC നൽകേണ്ടതുണ്ട്, കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടതുണ്ട്. ഇത് കോൺഗ്രസിന്റെ പ്രവർത്തന ഫണ്ടല്ല, മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നത്. അതിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോടാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോടാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശനോടാണ്. മറുപടി പറയാൻ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് KPCC നേതൃത്വത്തിന്. കാരണം വയനാട് ദുരന്തബാധിതരുടെ കണ്ണീരും വേദനയും ദുരിതവും വിറ്റ് അത് കാണിച്ച് പിരിച്ച പണമാണ്. ആ പണം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ KPCC നേതൃത്വം? എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത്? എവിടെയാണ് പണമുള്ളത് എന്ന ചോദ്യത്തിന് എങ്കിലും മറുപടി പറയണ്ടേ? ഇനിയിപ്പോൾ എത്ര പണമുണ്ട്, എത്ര പണം പിരിച്ചു എന്നെങ്കിലും പറയണ്ടേ? അതിനൊരു പ്രത്യേക ആപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ആപ്പ് ഇപ്പോൾ എവിടെ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതിനൊന്നും മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് നേതൃത്വം. അപ്പോഴാണ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. മാതൃഭൂമി ദിനപത്രത്തിൽ 2026 മാർച്ച് 25 മാതൃഭൂമി ദിനപത്രത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു പ്രത്യേക കോളമുണ്ട്. മാതൃഭൂമിയിലുള്ള കോളം പോയിന്റ് കൗണ്ടർ പോയിന്റ് എന്നാണ് ആ കോളത്തിൻ്റെ പേര്. അതിൽ മുഖ്യമന്ത്രി എഴുതിയതാണ് ഇന്ന്. അതിന് തലക്കെട്ട് ഇങ്ങനെയാണ്: പിരിച്ച പണം എത്ര? പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രി ചോദിക്കുന്നു എന്ന്. വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പണം എത്ര? മുഖ്യമന്ത്രി ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവിനോട്. ചോദ്യം മാത്രമല്ല, കോൺഗ്രസിൻ്റെ ബാലൻസ് ഷീറ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൽ പക്ഷേ ഈ പണത്തെക്കുറിച്ച് പറയുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എവിടെ പോയി പണം എന്നത് സജീവ ചർച്ചയാവേണ്ട സമയം കൂടിയായി മാറിയിട്ടുണ്ട് എന്നർത്ഥം. ചോദിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത്. ഇനി നമുക്ക് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന് നോക്കാം. മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ പിരിച്ച പണം എത്ര? എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിലാണ് പണമുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര പണം കയ്യിലുണ്ട്? ആ അക്കൗണ്ട് ഏത് ബാങ്കിലാണ്? ഈ ചോദ്യത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയുടെ കോളം ആരംഭിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഗൗരവമായ പ്രശ്നമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് ഇങ്ങനെയാണ്: മുണ്ടക്കൈ ചുരൽമല പിരിവ് നടത്തിയ 2024-25 കാലഘട്ടത്തിലെ AICCയുടെ ബാലൻസ് ഷീറ്റ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബാലൻസ് ഷീറ്റ് പ്രകാരം 350.12 കോടി രൂപയാണ് കൂപ്പൺ വിറ്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ച തുകയായി കണക്ക് കാണിച്ചിട്ടുള്ളത്. ഈ ഹെഡിലാണോ മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതരെ സഹായിക്കാൻ പിരിച്ച തുകയുള്ളത്? 350.12 കോടി രൂപയിൽ 78.69 കോടി രൂപ ഒഴിച്ചുള്ള ഫണ്ട് മുഴുവൻ PR വർക്കിന് ചെലവഴിച്ചതായി കാണുന്നു. ബാക്കിയായ 78.69 കോടി രൂപയിൽ 1.74 കോടി രൂപയാണ് പ്രത്യേക ആവശ്യത്തിനായി വകയിരുത്തിയ തുകയായി മാറ്റിവെച്ചിട്ടുള്ളത്. മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി 1.74 കോടി രൂപ മാത്രമാണോ മാറ്റിവെച്ചത്? അങ്ങനെയെങ്കിൽ മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പണവും കോൺഗ്രസ് PR-ന് വേണ്ടി ചെലവഴിച്ചോ? ഇനി പാർട്ടി അക്കൗണ്ടിലല്ല പിരിച്ച പണമുള്ളത് എന്നാണോ വാദിക്കാൻ പോകുന്നത്? വ്യക്തിപരമായി KPCC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അക്കൗണ്ടിലാണ് പണമുള്ളത് എങ്കിൽ ഇരുവരും തങ്ങളുടെ നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ ഈ പണത്തിൻ്റെ കണക്ക് കാണിച്ചോ? വളരെ ഗുരുതരമായ ചോദ്യം. മുഖ്യമന്ത്രി ചോദിക്കുന്നു, എവിടെയാണ് പണം? രണ്ട് കാര്യമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിൻ്റെ ബാലൻസ് ഷീറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബാലൻസ് ഷീറ്റ് പരിശോധിച്ചപ്പോൾ കൂപ്പൺ ഉപയോഗിച്ച് ആകെ പിരിച്ച തുക 350.12 ലക്ഷം രൂപയാണ്. 350.12 ലക്ഷം രൂപ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആർക്കും പരിശോധിക്കാം, പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. ഈ 350.12 ലക്ഷം രൂപയിൽ ഇപ്പോൾ ശേഷിക്കുന്നത് 78.69 കോടി രൂപ മാത്രമാണ്. 78.69 ലക്ഷം രൂപ മാത്രം. ബാക്കി തുകയെല്ലാം PR വർക്കിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ് കണക്ക് കാണിച്ചിട്ടുള്ളത്. 1.74 കോടി രൂപ പ്രത്യേക ആവശ്യത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന 78.69 ലക്ഷം രൂപയിൽ നിന്ന് 1.74 കോടി രൂപ ആവശ്യത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണോ
വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ മാറ്റിവെച്ച തുക? വ്യക്തമാക്കേണ്ടത് KPCC നേതൃത്വമാണ്, ചോദിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നോർക്കണം. ഒഴിഞ്ഞു മാറാൻ കഴിയില്ല KPCC നേതൃത്വത്തിന്. ഇനിയിപ്പോൾ മറ്റൊരു ചോദ്യവും കൂടി അവശേഷിക്കുന്നുണ്ട്, അത് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. ചോദ്യം മറ്റൊന്നുമല്ല, പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഫണ്ട് എന്റെയും എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും, അന്ന് K. സുധാകരനാണ് KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെയും സംയുക്ത അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ്. അവിടെയാണ് ഫണ്ട് ഉള്ളത് എന്ന്. എങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അക്കാര്യവും കൂടി ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. അറിയിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പ്രത്യേക അക്കൗണ്ടില്ല. അതാണ് ഗുരുതരമായ ഒരു പ്രശ്നം. പ്രത്യേക അക്കൗണ്ടില്ല. ആ ഫണ്ട് എവിടെ പോയി? ഇനിയിപ്പോൾ ശേഷിക്കുന്നത് 78,69,00,000 രൂപയാണ്. അത് മൊത്തം മാറ്റിവെച്ചാലും ഇത്രയും വീട് 100 വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമോ? വീട് മാത്രം നിർമ്മിച്ചു കൊടുത്താൽ പോരാ, അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിന് ഫണ്ട് എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിനെല്ലാം അപ്പുറത്തേക്ക് എത്ര പണം പിരിച്ചു, ആ ഫണ്ട് എവിടെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി KPCC നൽകേണ്ടതുണ്ട്, കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടതുണ്ട്. ഇത് കോൺഗ്രസിന്റെ പ്രവർത്തന ഫണ്ടല്ല. പ്രവർത്തന ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യമല്ല ചോദിക്കുന്നത് വയനാട് ദുരന്ത ബാധിതർക്കു വേണ്ടി പിരിച്ച പണമാണ്, ജനങ്ങൾ നൽകിയ പണമാണ്. ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാൻ, അവർക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി ജനങ്ങൾ നൽകിയ ഫണ്ടാണ്. അത് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല കോൺഗ്രസിന്. പക്ഷേ മുഖ്യമന്ത്രി ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞേ തീരൂ, മറുപടി പറയേണ്ടിയും വരും.